Hi students, welcome back to Prism online classes. ഇപ്പോൾ നമ്മുടെ മോഷനിനെ സ്ട്രൈറ്റ് ലൈനിൻ്റെ 3 ക്ലാസ്സുകളാണ് കഴിഞ്ഞത്. അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്രാഫിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിൻ്റെ ഒരു ഹോംവർക്ക് ഞാൻ തന്നിരുന്നു. ഹോംവർക്ക് സബ്മിറ്റ് ചെയ്തു പ്രതീക്ഷിക്കുന്നു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് വീണ്ടും നമുക്കിവിടെ പറയാനുള്ളത്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട്, മൂന്നാമത്തെ പാർട്ടാണ് kinematic equations of motion or simply equations of motion. അപ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചതാണ് എന്താണ് ഇക്വേഷൻ ഓഫ് മോഷൻ നോക്കി. അതായത് നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ഒന്നും നിങ്ങൾക്ക് അറിയാലോ. v = u + at, s = ut + ½ at², v² = u² + 2as. ഇത് 3 ഇക്വേഷനാണ് നിങ്ങൾ പഠിച്ചത്. അപ്പോൾ ഈ 3 ഇക്വേഷനും എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇതെങ്ങനെ രൂപീകരിക്കാം, അതിൻ്റെ സിറ്റുവേഷൻ എന്താണ്, അതൊന്ന് കറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ തന്നെ നാലാമത്തെ ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. ഈ 3 ഇക്വേഷൻ നമുക്ക് ബോർഡ് എക്സാമിനൊക്കെ ആവശ്യമുള്ളൂ. നാലാമത്തെ ഇക്വേഷൻ എൻട്രൻസിനാണ് ആവശ്യമുള്ളത്. അത് ഞാൻ അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ അറിയണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് കൺസിഡർ ചെയ്യാം എ ബോഡി ഈസ് മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. ഒരു ബോഡി ഒരു സ്ട്രൈറ്റ് ലൈൻ മൂവ് ചെയ്യുന്നു വിത്ത് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഇപ്പോൾ യൂണിഫോം ആക്സിലറേഷനിലാണ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഏത് യൂസ് ചെയ്യാൻ കഴിയുന്നത്, ഇക്വേഷൻസ് ഓഫ് മോഷൻ. അപ്പോൾ കൈനമാറ്റിക് ഇക്വേഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ ആക്സിലറേഷൻ ഓഫ് ദി ബോഡി മസ്റ്റ് ബിക്കം കോൺസ്റ്റന്റ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അതായത് യൂണിഫോം ആക്സിലറേഷനിലാണ് ഒരു ബോഡി ഒരു സ്ട്രൈറ്റ് ലൈൻ മൂവ് ചെയ്യുന്നത്. ഇനീഷ്യലി അതിന് പൊസിഷൻ x1 ആയിരുന്നു. ആ സമയത്ത് അതിൻ്റെ വെലോസിറ്റി u ആയിരുന്നു. എന്നിട്ട് അതേ സ്ട്രൈറ്റ് ലൈൻ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആഫ്റ്റർ ടൈം ടി ടൈമിന് ശേഷം ഇതിൻ്റെ പൊസിഷൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, x2ലേക്ക് മാറി. ആ സമയത്തോ സ്പീഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു യൂണിഫോം ആക്സിലറേഷൻ ആയതുകൊണ്ട് യൂണിഫോം റേറ്റിൽ സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ പൊസിഷൻ എത്തുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി v ആണ്. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u ആയിരുന്നു, ഫൈനൽ വെലോസിറ്റി v ആയിട്ട് മാറി. എത്ര ടൈം കൊണ്ട്, ടി ടൈം കൊണ്ട് v ആയിട്ട് മാറിയെങ്കിൽ നമുക്ക് ഈ വീക്കുള്ള ഇക്വേഷൻ വിന്റെ വാല്യൂ എത്ര എന്ന് അറിയണം. ഹിയർ വി ഹാവ് ടു കൺസിഡർ ദിസ് ബോഡി ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഇത് കോൺസ്റ്റന്റ് ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യുന്നത്, യൂണിഫോം ആക്സിലറേഷൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എക്സ് ഡയറക്ഷനിൽ ടൈമും എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിസിൽ വെലോസിറ്റിയാണ് എടുക്കുന്നത്. അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല. അപ്പോൾ 0 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. ഇനീഷ്യൽ വെലോസിറ്റി നോക്കിയേ, u ആണ് ഇനീഷ്യൽ വെലോസിറ്റി. അവിടുന്ന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് എന്തായിട്ട് മാറുന്നു, ടൈമർ 0 ആയിരുന്നു, ടി ടൈം ആയപ്പോഴേക്ക് അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് v ആയിട്ട് മാറി. അപ്പോൾ ഈ റെഡ് ആണ് ഇതിൻ്റെ ഗ്രാഫ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ടത് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം, അതേപോലെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കണം. ഇത് രണ്ടും നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ ആ വെലോസിറ്റി ടൈം ഗ്രാഫിന് 2 ഫൈൻഡിങ്സ് ഉണ്ട്. ഒന്നെന്തായിരുന്നു, ഫസ്റ്റ് വൺ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് എന്തായിരുന്നു, ആക്സിലറേഷൻ. അപ്പൊ ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കാണാണെങ്കിൽ അത് ആക്സിലറേഷൻ റെപ്രസെന്റ് ചെയ്യും. രണ്ടാമത്തേതോ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ. അപ്പോൾ ഈ ഗ്രാഫിന് താഴെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റും കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒന്നാമത്തെ ഫൈൻഡിങ്ങിലേക്ക് പോവാം. അതായത് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ആക്സിലറേഷൻ. അപ്പോൾ സ്ലോപ്പ് ഒന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ബൈ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. ഓക്കെ, ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ബൈ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് ഇനീഷ്യലി എവിടെയായിരുന്നു, ഇനീഷ്യലി u ആയിരുന്നു ഇനീഷ്യൽ വെലോസിറ്റി. എന്നിട്ടോ ആ വൈ കോർഡിനേറ്റ് എത്രയായിട്ട് മാറി, v ആയിട്ട് മാറി. u എന്തായിട്ട് മാറി, v ആയിട്ട് മാറി. അപ്പോൾ u v ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് എത്രയാണ്, u മുതൽ v വരെ. എങ്ങനെ കണ്ടുപിടിക്കാം, v - u. അതല്ലേ ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ്. അപ്പോൾ ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് v - u ബൈ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് എവിടെ വരെ ചേഞ്ച് ചെയ്തു, 0 മുതൽ ടി വരെ. ടി - 0 ആണ്, ടി ആണല്ലോ. അപ്പൊ നമുക്ക് കാണാം സ്ലോപ്പ് ഓഫ് ദിസ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ആക്സിലറേഷൻ. അപ്പൊ നോക്കിക്കോളൂ, സ്ലോപ്പ് ഓഫ്
സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സ്ലോപ്പിന്റെ സ്ഥാനത്ത് ആക്സിലറേഷൻ എന്ന് എഴുതാം. എ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ്. എത്ര ഞാൻ പറഞ്ഞത്? വൈ കോർഡിനേറ്റ് യു മുതൽ വി വരെ ചേഞ്ച് ചെയ്തു. അപ്പോൾ വി മൈനസ് യു ബൈ എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്തു 0 മുതൽ ടി വരെ, ടി മൈനസ് 0. അപ്പൊ ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി വെലോസിറ്റി ആഫ്റ്റർ ടൈം ടി. ടി ടൈമിന് ശേഷമുള്ള വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത്. ആ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഈ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടി ഈ ഭാഗത്തേക്ക് എടുത്താൽ എ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു. ശരിയല്ലേ? നമുക്കിനി എന്താ കാണേണ്ടത്? വി അല്ല കാണേണ്ടത്. വി കാണണമെങ്കിൽ വിനെ മാത്രം ഇവിടെ നിർത്തുക, യുനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുപോവുക. ഈ ഈക്വൽ ടു ഇപ്പുറത്തുള്ള യുനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് യു ഇവിടെ എത്തുമ്പോഴായിട്ട് മാറും, പ്ലസ് യു ആയിട്ട് മാറും. അപ്പൊ യു പ്ലസ് ഇവിടെ എന്തുണ്ട്? എ ടി ഈക്വൽ ടു വി, ഓർ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. V is equal to u plus at. That is velocity of a body moving along a straight line with a constant acceleration a after a time t is given by v is equal to u plus at. Here u is the initial velocity. പിന്നെ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി യുവിന്റെ സ്ഥാനത്ത് ഉണ്ടാവുക v0 എന്നാണ്. യുവിന്റെ സ്ഥാനത്ത് ഉണ്ടാവുന്നത് v0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് കാണിക്കാൻ വേണ്ടി v0. അപ്പോൾ നിങ്ങൾക്ക് ഏതുമാണ് യൂസ് ചെയ്യുന്നത്? ചെറിയ ക്ലാസ് മുതലൊക്കെ പഠിച്ചിരുന്ന യു ആയതുകൊണ്ടാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. v is equal to u plus at. NCERT യു എന്ന് കാണൂല, NCERT കാണുന്നതായിരിക്കും v is equal to v0 plus at എന്നുണ്ടാവുക. v0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഓക്കെ, ഇനി ഒന്നാമത്തെ ഫൈൻഡിങ് സ്ലോപ്പ് ഗീവ്സ് ആക്സിലറേഷൻ. രണ്ടാമത്തെ ഫൈൻഡിങ് ആണ് ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഗീവ്സ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഏരിയ ഗീവ്സ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എസ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദി ഗ്രാഫ്. എങ്ങനെ കാണുക? ഏരിയ ഓഫ് ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണും. റെക്റ്റാങ്കിളിന്റെ ഏരിയ എത്രയാ? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ OACD. ഇത് മാത്രം മതിയോ? പോരാ. ഇനി ആരുടെ ഏരിയ വേണം? ഈ ഏരിയ വേണം, ഈ ട്രയാങ്കിളിന്റെ ഏരിയയും. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ശരിയല്ലേ? ഇത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് S is equal to, ശ്രദ്ധിക്കണേ, S is equal to ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ OACD. OACDന്റെ ഏരിയ എത്രയാണ്? റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ. അപ്പൊ നമുക്ക് എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് OA, അതായത് OA ഇൻറ്റു ബ്രെഡ്ത്ത് ഏതാ? OD. അപ്പോൾ OAOD പ്ലസ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന ഇക്വേഷൻ എന്താ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ഇതിന്റെ ബേസ് എത്രയാ? ഈ ട്രയാങ്കിളിന്റെ ബേസ് AC അല്ലേ? AC ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? BC. ശരിയാണോ? ഇനി നമുക്ക് ഗ്രാഫിൽ ഓരോ ടേമും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഗ്രാഫ് നോക്കിക്കോളൂ. ഫസ്റ്റ് OA എന്താ? OA എന്ന് പറഞ്ഞാൽ O മുതൽ A വരെ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി u അല്ലേ? OA എന്ന് പറഞ്ഞാൽ u ആണല്ലോ. OA u. ODയോ? OD എന്ന് പറഞ്ഞാൽ എന്താ? OD. ആരാ OD? OD O മുതൽ D വരെ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ടൈം അല്ലേ? OD എന്ന് പറഞ്ഞ ടൈമാണ്. ഇനി AC എന്ന് പറഞ്ഞാൽ എന്താ? AC A മുതൽ C വരെ, അതും എന്തിന് ഈക്വലാ? ODക്ക് ഈക്വലാ. AC ODക്ക് ഈക്വലാണ്. OD എന്തിന് ഈക്വലായിരുന്നു? Tക്ക് ഈക്വലാ. ഇനി BC എടുക്കുകയാണെങ്കിൽ BC B മുതൽ C വരെ, B മുതൽ C വരെ നമുക്കറിയാം. B മുതൽ D വരെ V ആയിരുന്നു. അതിന് എത്ര മൈനസ് ചെയ്യണം? ഇവിടെ വരെയുള്ള മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന V മൈനസ് U. ശരിയല്ലേ? ഓക്കെ, ഇവിടെ മുതൽ ഇവിടം വരെ V ആണ്. ആ V എന്ത് മൈനസ് ചെയ്താൽ മതി? ഇവിടെ വരെയുള്ള മൈനസ് ചെയ്താൽ പോരെ? V മൈനസ് U. അപ്പൊ നമുക്ക് എഴുതാം BC സ്ഥാനത്ത് V മൈനസ് U. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ശ്രദ്ധിച്ച് നോക്കുക. Therefore S is equal to പറ, OA സ്ഥാനത്ത് U, OD സ്ഥാനത്ത് T പ്ലസ് ഹാഫ് AC സ്ഥാനത്ത് T ഇൻറ്റു BC സ്ഥാനത്ത് ആരാ? V മൈനസ് U. ആരാ V മൈനസ് U? ഇവിടെ നോക്കിയേ, ഈ റിവേഷനിൽ V മൈനസ് U എന്ന് പറഞ്ഞാൽ AT അല്ലേ? V മൈനസ് U is equal to AT. അപ്പൊ ബട്ട് V മൈനസ് U is equal to, ബട്ട് ഒന്നാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്തത് V മൈനസ് U is equal to
AT. അപ്പോൾ V minus U സ്ഥാനത്ത് AT കൊടുത്താൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? S is equal to UT plus half T into V minus U സ്ഥാനത്ത് AT, TAT. അപ്പോൾ T into T, T square അല്ലേ? അപ്പോൾ S is equal to UT plus half AT square. This is the second equation of motion that will give us the total displacement after a time T. T ടൈമിന് ശേഷമുള്ള ടോട്ടൽ ഡിസ്പ്ലേസ് നമുക്ക് കിട്ടി. എത്രയാണ്? S is equal to UT plus half AT square. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് പരിചയമുള്ളതാ. ഒന്നാമത്തെ ഇക്വേഷൻ V is equal to U plus AT. അത് എവിടുന്നാണ് കിട്ടിയത്? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് gives acceleration. അവിടുന്ന് കിട്ടി V is equal to U plus AT. രണ്ടാമത്തെ കിട്ടിയതോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടു. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വേണ്ടി എന്താ നമ്മൾ പഠിച്ചത്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് gives ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഈ ഗ്രാഫ് വരച്ചു. ഗ്രാഫ് എന്നുള്ള രണ്ട് ഫൈൻഡിങ്സ് ഉപയോഗിച്ചാണ് രണ്ട് ഇക്വേഷൻ ഞാൻ ഡിറൈവ് ചെയ്തത്. ഒന്ന് സ്ലോപ്പിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചു, രണ്ടാമത്തതോ ഏരിയ അണ്ടർ ദി ഗ്രാഫ് gives ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? മൂന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? മൂന്നാമത്തെ ഇക്വേഷൻ പഠിച്ചത് V square is U square plus 2as അല്ലേ? അതെങ്ങനെ ഫോം ചെയ്തു നമുക്ക് നോക്കാം. We have seen that average velocity is equal to, എന്താ നിങ്ങൾ പഠിച്ചത്? Average velocity is equal to total displacement by total time. അങ്ങനെയല്ല പഠിച്ചത്? ഇവിടുത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് S. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം, അതല്ലേ ആവറേജ് വെലോസിറ്റി. അപ്പൊ നമുക്ക് കണ്ടത് S ആണ്. S is equal to എന്താ? ടോട്ടൽ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടോട്ടൽ ടൈം. അപ്പൊ ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി കാണാം. എങ്ങനെ ആവറേജ് വെലോസിറ്റി കാണുക? ഹിയർ ദ ബോഡി ഈസ് മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റീസ് ആർ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ ഈക്വൽ ചേഞ്ച്. അപ്പൊ ടൈം ഇന്റർവെൽ ഈക്വൽ ആണ്. ടൈം ഇന്റർവെൽ ഈക്വൽ ആണെങ്കിൽ അവിടെ നിങ്ങൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചത്. ബട്ട് ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചു, ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടൈം ഇന്റർവെൽ ഈക്വൽ ആണെങ്കിൽ, ടൈം ഇന്റർവെൽ ഈക്വൽ ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി V1 plus V2 by 2 എന്നല്ലേ? ഇവിടെ V1 സ്ഥാനത്ത് V പ്ലസ് V2 സ്ഥാനത്ത് U by 2. V1 plus V2 by 2 തന്നെയാണ് യൂസ് ചെയ്തത്. എന്തുകൊണ്ട്? ഇവിടെ യൂണിഫോം ആക്സിലറേഷൻ ആയതുകൊണ്ട് ചേഞ്ച് ഇൻ വെലോസിറ്റീസ് ആർ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. അപ്പോൾ ടൈം ഇന്റർവെൽ ഈക്വൽ ആണ്. ടൈം ഇന്റർവെൽ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ആവറേജ് വെലോസിറ്റി V plus U by T. ഇനി എന്ത് കാണും? ടോട്ടൽ ടൈം കാണണം. ടോട്ടൽ ടൈം ക്യാൻ ബി ഫൗണ്ട് ഇൻ ടേംസ് ഓഫ് V and U. വിന്റെ യുവിന്റെ ടേമിലേക്ക് നമുക്ക് ടൈമിനെ കാണണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ടൈമിനെ? ടൈമിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിച്ചോ, നമുക്കറിയാം AT is equal to V minus U അല്ലേ? AT is equal to V minus U. അങ്ങനെയാണെങ്കിൽ T is equal to V minus U by A വരും. അതായത് A into T ആണ്. A into T. into T ഈ ഇൻറ്റു ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈക്വൽ ടു സൈഡ് മാറുമ്പോൾ ഡിവൈഡഡ് ബൈ ആയിട്ട് മാറും. അപ്പൊ T is equal to V minus U by A. അപ്പൊ നമുക്ക് കിട്ടി ആവറേജ് വെലോസിറ്റി V plus U by 2 ആൻഡ് ടോട്ടൽ ടൈം V minus U by A. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണാലോ. Therefore S is equal to എന്താ? V average V plus U by 2 into ടൈം V minus U by A. ഇനി നിങ്ങൾ ഈ ന്യൂമറേറ്റർ നോക്കിയേ. V plus U into V minus U. A plus B into A minus B is equal to A square minus B square അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? V plus U into V minus U. V plus U into U minus U. V square minus U square by denominator 2A. ഇതെന്താ? S ആണ്. S 2 കൊടുത്താൽ 2as is equal to V square minus U square. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഈ മൈനസ് U square ഈ ഭാഗത്തേക്ക് എടുത്താൽ പ്ലസ് U square. U square plus 2as is equal to V square, or V square is equal to U square plus 2as. അപ്പോൾ മൂന്ന് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഒന്ന് V is equal to U plus AT. V is equal to U plus AT. രണ്ടാമത്തെ S is equal to UT plus half AT square. മൂന്നാമത്തത് V square is equal to U square plus 2as. ഇത് മൂന്നിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. വളരെ ഈസിയാണ്.
എങ്ങനെ ഒന്നാമത്തെ ഡെറിവേഷൻ കാണാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ സ്ലോപ്പ് കണ്ടാൽ മതി. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ്, ചേഞ്ച് ഇൻ വെലോസിറ്റി, എ ഈസ് ഈക്വൽ വി മൈനസ് യു ബൈ ടി. ഒന്ന് സൈഡ് മാറ്റിയാൽ എ ടി ഈസ് വി മൈനസ് യു, വി സി യു പ്ലസ് എ ടി. രണ്ടാമത്തെ ഇക്വേഷൻ അതും വളരെ സിമ്പിൾ അല്ലേ. ഇങ്ങനെ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ജസ്റ്റ് കണ്ടുപിടിക്കുന്നു. ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടുമല്ലോ. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എന്ത് ചെയ്തു, ഈ ടോട്ടൽ ഏരിയ കാണാൻ വേണ്ടി ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും ആക്കി മാറ്റി. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. മൂന്നാമത്തെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷനാണ്. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം, ഓർ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ആവറേജ് വെലോസിറ്റി എങ്ങനെ കാണാം? ഇവിടെ ടൈം ഇന്റർവൽ ഈക്വൽ, അതായത് യൂണിഫോം ആക്സിലറേഷൻ ആയതുകൊണ്ട് ചേഞ്ച് ഓഫ് വെലോസിറ്റീസ് ആർ ഈക്വൽ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ടൈം ഇന്റർവൽ ഈ തുല്യമായ ഇടവേളകളിലാണ് എന്ത് സംഭവിക്കുന്നത്? വെലോസിറ്റി ചേഞ്ച്, പ്രവേഗമാറ്റം തുല്യമാവുന്നത്. അപ്പോൾ തുല്യമായ ഇടവേളകൾ വെലോസിറ്റി ടൈം ഇന്റർവൽ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് വെലോസിറ്റി ഈസ് വി1 പ്ലസ് വി2 ബൈ 2. അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ മൂന്ന് ഇക്വേഷനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്ന ഡെറിവേഷനും ഇത് തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തത്, സ്പീഡ് ഓഫ് എ കാർ ഇൻക്രീസസ് ഫ്രം 36 km/h to 54 km/h within 5 seconds. Calculate acceleration and distance covered during that time. ക്വസ്റ്റ്യൻ വായിച്ചു. എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റ? ആദ്യമായിട്ട് ഇനീഷ്യൽ സ്പീഡ് യു ഇസ് ഈക്വൽ ടു 36 km/h. ഈ km/h മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 36 × 5/18 m/s. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ എത്ര കിട്ടുക? കട്ട് ചെയ്താൽ 2 18 36. അപ്പോൾ 10 m/s ആണ് ഇനീഷ്യൽ സ്പീഡ്. അപ്പോൾ ഇനീഷ്യൽ സ്പീഡ് 10 m/s കിട്ടിയാൽ നമുക്ക് ഫൈനൽ സ്പീഡ് v is equal to 54 km/h ഇൻറ്റു 5/18 m/s. അപ്പോൾ കട്ട് ചെയ്താൽ 3 18 54, ശരിയല്ലേ? അപ്പോൾ 15 m/s. പിന്നെ ടൈം എത്രയാണത്? വിത്തിൻ എ ടൈം ഓഫ് 5 seconds. എന്തേ കാണുന്നത്? ആദ്യമായിട്ട് ആക്സിലറേഷൻ കാണണം, പിന്നെ ഡിസ്റ്റൻസും കാണണം. ആക്സിലറേഷൻ കാണുക, എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ദാറ്റ് ഈസ് വി എത്രയാ? 15 മൈനസ് യു എത്രയാ? 10 ബൈ ടി 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/5 ഈക്വൽ ടു 1 m/s². അപ്പം ആക്സിലറേഷൻ നമുക്ക് കിട്ടി 1 m/s² ആണ് ഇതിൻ്റെ ആക്സിലറേഷൻ. ഇനി എന്തേ കാണേണ്ടത്? ഡിസ്റ്റൻസ് കവർ ഡ്യൂറിങ് ദാറ്റ് ടൈം. ആ ടൈം കൊണ്ട് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആണല്ലോ. അപ്പോൾ ഡിസ്റ്റൻസ് എത്ര വരിക? ഡിസ്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതല്ലേ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. എസ് യു എത്രയാ? യു ഇനീഷ്യൽ സ്പീഡ് പറയൂ. 36 എന്നാൽ 10 ഇൻറ്റു ടി എത്ര ടൈമാണ്? 5 seconds പ്ലസ് ഹാഫ് ഇൻറ്റു എ എത്രയാണ് കിട്ടിയത്? 1 × 5². ദാറ്റ് ഈസ് ഈക്വൽ ടു 10 × 5 50 പ്ലസ് ഹാഫ് ഇൻറ്റു 1 × 5². 5² 25/2 12.5. ദാറ്റ് ഈസ് ഈക്വൽ ടു 62.5 മീറ്റർ. അപ്പോൾ ആ ഒരു 5 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്തത് എത്രയാണ്? 62.5 മീറ്റർ ആണ്. ക്ലിയർ ആണോ ചെയ്തത്? അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്തു, പിന്നെ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? ഡിസ്പ്ലേസ്മെൻറ്റും കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയാൽ, എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. റെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്താൽ ഇനീഷ്യൽ സ്പീഡ് എത്രയാണ്? യു ഇസ് ഈക്വൽ ടു 0 അല്ലേ? സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണ്, ഇനീഷ്യൽ സ്പീഡ് 0. ഫൈനൽ സ്പീഡ് 72 km/h. അതിനെ m/s മാറ്റുമ്പോൾ ഇൻറ്റു 5/18 കട്ട് ചെയ്ത് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 m/s കിട്ടി. പിന്നെന്താ തന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് 500 മീറ്റർ എന്ന് പറഞ്ഞു. എന്ത് തന്നിട്ടില്ല? ടൈം തന്നിട്ടില്ലല്ലോ. ടൈം തന്നിട്ടില്ല. എന്തേ കാണേണ്ടത്? ആക്സിലറേഷനാണ് കാണേണ്ടത്. എങ്ങനെ ആക്സിലറേഷൻ കാണുക? നമുക്കറിയാം v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as, ശരിയല്ലേ? ഇവിടുന്ന് u² ഇങ്ങോട്ട് എടുത്താൽ v² മൈനസ് u² ഈസ് ഈക്വൽ ടു 2as. ഓക്കെ,
അപ്പോൾ എ കാണണമെങ്കിൽ ഈ 2s കൊടുത്താൽ എ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2s. ശരിയല്ലേ? എത്രയാ വി? വി എന്ന് പറഞ്ഞാൽ 20 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ ബൈ 2 ഇൻറ്റു എസ് എത്രയാ? 500. അപ്പോൾ 20 സ്ക്വയർ 400 ബൈ 1000 0.4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് ചെയ്താൽ കിട്ടുക 20 സ്ക്വയർ 400, 2×500 1000. അപ്പോൾ 400/1000 എന്ന് പറഞ്ഞാൽ 4/10 0.4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ആക്സിലറേഷൻ. ഇനി ഡിസ്പ്ലേസ്മെന്റ് കാണണ്ടേ? ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ടി എത്രയാ നോക്കിയേ? സോറി, കാൽക്കുലേറ്റ് ടൈം. ഡിസ്പ്ലേസ്മെന്റ് അല്ല കാണേണ്ടത്, ടൈമാണ് കണ്ടത്. ഇതിനാവശ്യമായ ടൈം, ഇത് റെസ്റ്റിലാവാൻ ആവശ്യമായ ടൈം കാണണം. എങ്ങനെ കാണുക? ടൈം കാണണമെങ്കിൽ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇവിടുന്ന് യു കൊടുത്താൽ വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി. ഇനി ടി കാണണമെങ്കിൽ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ എന്ന് വരും. അതായത് ഇൻറ്റു എ കൂടെ വരുമ്പോൾ ബൈ എ ആയിട്ട് മാറും. വി എത്രയാ? വി ഇവിടെ തന്നിട്ടുണ്ടല്ലോ 20. യു എത്രയാ? 0 ബൈ എ 0.4. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 സെക്കൻഡ് എന്ന് വരും. 20/0.4 200/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 സെക്കൻഡ്. ഇപ്പോൾ 2 മോഡൽ പ്രോബ്ലം ഞാനിവിടെ ചെയ്തത്. ഒന്നാമത്തേതിൽ ടൈം തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ കാണാനാണ്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനാണ്. രണ്ടാമത്തെ ടൈം തന്നിട്ടില്ല, ഡിസ്പ്ലേസ്മെൻറ്റാണ് തന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഉപയോഗിച്ച് ആക്സിലറേഷൻ കാണണം, പിന്നെയോ അത് ഉപയോഗിച്ച് ടൈമും കാണണം. ക്ലിയർ ആണോ? ഓക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചോളൂ. തേർഡ് ക്വസ്റ്റ്യൻ. എ ബുള്ളറ്റ് മൂവ്സ് ഹൊറിസോണ്ടലി വിത്ത് എ സ്പീഡ് ഓഫ് 80 മീറ്റർ പെർ സെക്കൻഡ് ഹിറ്റ്സ് ഓൺ എ block of thickness 1 meter. It emerges out with a speed of 60 meter per second. Calculate acceleration and time. ശ്രദ്ധിച്ച്, 1 മീറ്റർ തിക്നെസ് ഉള്ള ഈ ബ്ലോക്കിന്റെ മേലെ ഹിറ്റ് ചെയ്ത സമയത്ത് ഹിറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ 80 ആയിരുന്നു, പുറത്തെത്തുമ്പോൾ ഇത് എത്രയായിട്ട് മാറി? 60 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ തിക്നെസ് 1 മീറ്റർ ആണല്ലോ. ഈ തിക്നെസ് 1 മീറ്റർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്കിവിടെ എന്താ കാൽക്കുലേറ്റ്? ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? യു തന്നിട്ടുണ്ട്, യു ഇസ് ഈക്വൽ ടു 80 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെയോ വി തന്നിട്ടുണ്ട് 60 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെന്താ തന്നത്? പിന്നെയോ എസ് തന്നിട്ടുണ്ട് 1 മീറ്റർ. അപ്പോൾ ഇത് തന്നാൽ എങ്ങനെ കണ്ടുപിടിക്കാം? യുവും വിയും എസ് തന്നാൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? എ ഈക്വൽ വി മൈനസ് യു ബൈ ടി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ടൈം തന്നിട്ടില്ലല്ലോ. ടൈം തന്നിട്ടില്ലെങ്കിൽ ഏത്? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2s. വി സ്ക്വയർ പുറത്ത് വന്ന് 60 സ്ക്വയർ മൈനസ് 80 സ്ക്വയർ ബൈ 2 ഇൻറ്റു 1. 60 സ്ക്വയർ 3600 മൈനസ് 80 സ്ക്വയർ 6400 ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2800 വരും. ശരിയല്ലേ? 6400 3600 കുറച്ചാൽ 2800 ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1400 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ഇവിടുത്തെ ആക്സിലറേഷൻ, മൈനസ് 1400 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി എന്താ കാണേണ്ടത്? അടുത്ത നമുക്ക് കാണേണ്ടത് കാൽക്കുലേറ്റ് ടൈം. ടൈമാണ് ഇക്വേഷൻ എന്താ? ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ. അവിടുത്തെ അതേ ഇക്വേഷൻ. വി എത്രയായിരുന്നു? 60 മൈനസ് യു 80 ബൈ എ മൈനസ് 1400. ദാറ്റ് ഈസ് മൈനസ് 20 ബൈ മൈനസ് 1400. കട്ട് ചെയ്താൽ മൈനസും പോയി, 2 കട്ട് ചെയ്ത് 1/70 സെക്കൻഡ്. അപ്പോൾ 1/70 സെക്കൻഡോട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിവിടെ 3 പ്രോബ്ലം ചെയ്തു. 2 ടൈപ്പ് പ്രോബ്ലമാണ് ചെയ്തത്. ഇനി ഒരു പ്രോബ്ലം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ശ്രദ്ധിച്ചോളൂ. എ കാർ മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 72 km/h ബ്രോട്ട് ടു റെസ്റ്റ്. അപ്പോൾ ഇനീഷ്യൽ സ്പീഡ് 72 km/h ആണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. പിന്നെ ബ്രോട്ട് ടു റെസ്റ്റിൽ കൊണ്ടുവന്നാൽ വി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ വി 0 ആണെങ്കിൽ ഇവിടെ വിത്തിൻ 4 സെക്കൻഡ് ടൈമും തന്നിട്ടുണ്ട്. അപ്പോൾ യുവും വിയും ടൈം തന്നാൽ ആക്സിലറേഷൻ കാണാം ഈസി ആയിട്ട്. എന്നിട്ടോ പിന്നെയോ ഡിസ്റ്റൻസും കാണാം. ഇവിടെ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം പോലെ എസ് ഇസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉപയോഗിച്ച്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇതിൽ എ നെഗറ്റീവാണ് കിട്ടുക. അപ്പോൾ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എടുക്കുന്ന സമയത്തും അവിടെയും എന്ത് ചെയ്യണം? മൈനസ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എൻ്റെ സ്ഥാനത്ത്. അപ്പം ഇത് നിങ്ങൾ
ഈ പ്രോബ്ലം ചെയ്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് വാട്സാപ്പ് ചെയ്ത് തരണം. ഓക്കെ, അപ്പോൾ 4 എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മൾ 3 എക്സാമ്പിൾ നമ്മൾ സോൾവ് ചെയ്തു. ഇനി ഒരു ഹോംവർക്കും തന്നു. 4 എക്സാമ്പിളാണ് ഈ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഫസ്റ്റ് ഭാഗത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ 3 നമ്മൾ പരിചയപ്പെട്ടു. ഇനി 4ാമത്തെ ഇക്വേഷൻ ഞാനിവിടെ പറയാൻ പോകുന്നു. ഇത് എൻട്രൻസ് ലെവലിൽ ഒബ്ജക്റ്റീവ്സ് ചെയ്യാൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നു. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ്. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ ആ ഒരു സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് ശ്രദ്ധിച്ചോ. ഒരു ബോഡി ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഒരു സ്ട്രൈറ്റ് ലൈൻ ഇവിടുന്ന് ബോഡി മൂവ് ചെയ്തു. ഇങ്ങനെ മൂവ് ചെയ്ത് 4 സെക്കൻഡ് ആയപ്പം ഇവിടെ എത്തി. 5ാമത്തെ സെക്കൻഡ് ആയപ്പോൾ ഇവിടെ എത്തി അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ 5ാമത്തെ ഈ ഒരു സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാണുക? ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 5th സെക്കൻഡ്. 5ാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാണാൻ നമുക്ക്? ആദ്യമായിട്ട് 0 മുതൽ ഈ 5 സെക്കൻഡ് വരെ ട്രാവൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിന് എന്ത് മൈനസ് ചെയ്താൽ മതി? 0 മുതൽ 4 വരെയുള്ള മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ ശ്രദ്ധിച്ച്, 5ാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണണമെങ്കിൽ 5 സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് മൈനസ് 4 സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ഇനി നീ കണ്ട് 10ാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിലോ, 10ാമത്തെ സെക്കൻഡ് ആണെങ്കിൽ S10th ഈസ് ഈക്വൽ ടു എങ്ങനെ കാണുക? 10ാമത്തെ സെക്കൻഡ് മാത്രം. അപ്പോൾ 10 സെക്കൻഡുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് -9 സെക്കൻഡാണ് ഡിസ്പ്ലേസ്മെന്റ്. ശരിയല്ലേ? ഇനി 100ാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്? S100 ഈസ് ഈക്വൽ ടു 100ാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ എത്ര വരെ? S100 - S99. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡോ? ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ജനറൽ ആയിട്ട് എഴുതുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, nth സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് Snth ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? Sn മൈനസ്, അതെന്താ മൈനസ് ചെയ്യേണ്ടത്? തൊട്ട് മുന്നേ സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേ Sn -1. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ഈസ് ഈക്വൽ ടു Sn -1 അല്ലേ? അപ്പോൾ എന്താണ് Sn? Sn ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ആഫ്റ്റർ n സെക്കൻഡ്. n സെക്കൻഡിന് ശേഷം ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ശ്രദ്ധിച്ചോ, n സെക്കൻഡിന് ശേഷം ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ Sn ഈസ് ഈക്വൽ ടു UN പ്ലസ് ഹാഫ് an². ഇവിടെ ടി അല്ല ടൈം എന്നത് n ആയതുകൊണ്ട് UN പ്ലസ് ഹാഫ് an². ഇനിയോ n-1 സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിലോ, ഡിസ്പ്ലേസ്മെന്റ് ആഫ്റ്റർ n-1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു u ഇൻറ്റു n-1 പ്ലസ് ഹാഫ് a ഇൻറ്റു n-1 ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ദാറ്റ് ഈസ് UN-1 പ്ലസ് ഹാഫ് എന്നാണ് a/2 ഇൻറ്റു ബ്രാക്കറ്റിൽ a-b ഹോൾ സ്ക്വയർ മുകളിൽ എക്സ്പാൻഡ് ചെയ്യാം. a² - 2ab + b² അല്ലേ? n² - 2ab 2 × 1 പ്ലസ് b² 1 × സ്ക്വയർ 1. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ UN - u പ്ലസ് an²/2 മൈനസ് a/2 × 2 എന്ന് പറഞ്ഞാൽ 2 × 2 കട്ട് ചെയ്ത് an പ്ലസ് a/2. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ആഫ്റ്റർ n-1 സെക്കൻഡ്. അപ്പോൾ നമുക്കാണ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് Snth ഈസ് ഈക്വൽ ടു എങ്ങനെ? Sn എത്രയാ? UN പ്ലസ് ഹാഫ് an² അല്ലെങ്കിൽ an²/2 മൈനസ് Sn-1. എന്താ Sn-1? UN - u പ്ലസ് an²/2 മൈനസ് an പ്ലസ് a/2. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തേ, ശ്രദ്ധിച്ച് നോക്ക്. UN - UN കട്ടായല്ലോ. an²/2 മൈനസ് ഇൻറ്റു an²/2 അതും കട്ടായി. മൈനസിന് -u പ്ലസ് u, മൈനസിന് -n പ്ലസ് an, മൈനസിന് പ്ലസ് a/2 മൈനസ് a/2. ശരിയല്ലേ? ഇതിന് വേണമെങ്കിൽ u പ്ലസ് എനെ പുറത്തെടുത്താൽ n-1/2 ഇൻറ്റു a. ഇങ്ങനെ എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ഈസ് ഈക്വൽ ടു u പ്ലസ് n-1/2 ഇൻറ്റു a. ഇനി വേണമെങ്കിൽ 2 പുറത്തെടുത്താൽ 2n - 1 a/2 ഇങ്ങനെയും എഴുതാം. u പ്ലസ് 2 മൾട്ടിപ്ലൈ ചെയ്ത് 2n - 1 ഇൻറ്റു a/2. ഇതിലേതും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ബട്ട് ദിസ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബോർഡ് എക്സാമിന് ഇക്വേഷൻ ആവശ്യമില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ഈസ് ഈക്വൽ ടു u പ്ലസ് 2n - 1 ഇൻറ്റു a/2.
ഓക്കെ, ഇത് നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. A car is moving, a body is moving along a straight line. It covers a displacement of 10 meter in third second. തേർഡ് സെക്കൻഡിൽ എസ് തേർഡ് ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ ആണ് ട്രാവൽ ചെയ്തത്. മൂന്നാമത്തെ സെക്കൻഡിൽ 10 മീറ്റർ ട്രാവൽ ചെയ്തു. ആൻഡ് കവേഴ്സ് എ ഡിസ്പ്ലേസ്മെന്റ് 16 മീറ്റർ ഇൻ ഫിഫ്ത്ത് സെക്കൻഡ്. അഞ്ചാമത്തെ സെക്കൻഡിൽ 16 മീറ്ററും അതേപോലെ മൂന്നാമത്തെ സെക്കൻഡിൽ 10 മീറ്ററും ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഇനീഷ്യൽ സ്പീഡ് ആൻഡ് ആക്സിലറേഷൻ? ഇനീഷ്യൽ സ്പീഡ് യും കാണണം, ആക്സിലറേഷൻ എയും കാണണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ശ്രദ്ധിക്കണേ, ഇവിടെ നമുക്ക് എസ് തേർഡ് മൂന്നാമത്തെ സെക്കൻഡിൽ യു പ്ലസ് എന്നിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കേണ്ടത്? 2 ഇൻറ്റു n മൈനസ് 1 a/2 അല്ലെങ്കിൽ n മൈനസ് ഹാഫ് a/2 എന്തായാലും കുഴപ്പമില്ല. 2 ഇൻറ്റു n മൈനസ് 1 2 ഇൻറ്റു 3 മൈനസ് 1 ഇൻറ്റു a/2 ഈക്വൽ ടു 10. അതായത് യു പ്ലസ് 2 ഇൻറ്റു 3 6 മൈനസ് 1 5 a/2 ഈക്വൽ ടു 10. ഇക്വേഷൻ നമ്പർ 1 ശരിയല്ലേ? അതേപോലെ എസ് ഫിഫ്ത്ത് ആണെങ്കിൽ എങ്ങനെ എഴുതാം? യു പ്ലസ് 2 ഇൻറ്റു 5 മൈനസ് 1 a/2 ഈസ് ഈക്വൽ ടു 16. ദാറ്റ് ഈസ് യു പ്ലസ് 2 ഇൻറ്റു 5 10 മൈനസ് 1 9 a/2 ഈക്വൽ ടു 16. ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ കിട്ടി. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ യും എയും കാണാമല്ലോ. റിമൂവൽ മെത്തേഡ് ഒഴിവാക്കുക. എങ്ങനെ ഒഴിവാക്കുക? രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്താൽ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ഇംപ്ലൈസ്, അതായത് ഇക്വേഷൻ 2 എന്താ? യു പ്ലസ് 9 a/2 മൈനസ് യു പ്ലസ് 5 a/2 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് 16 മൈനസ് 10. യു മൈനസ് യു ക്യാൻസൽ ചെയ്തു പോയി. 9 a/2 മൈനസ് 5 a/2 9 5 പോയ 4 a/2 സമം 16 മൈനസ് 10 6. ഇത് കട്ടിയ 2a ഇസ് ഈക്വൽ ടു 6, a ഇസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് കിട്ടി a ഇസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി എന്ത് കാണണം? യു കാണണ്ടേ? യു കാണണമെങ്കിൽ ഈ എൻ്റെ വാല്യൂ ഇക്വേഷൻ 1ലോ 2ലോ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 കൊടുത്താൽ പുട്ട് എ ഇസ് ഈക്വൽ ടു 3 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 കൊടുത്താൽ എന്താ? യു പ്ലസ് 5 ഇൻറ്റു 3/2 ഈക്വൽ ടു 10. യു പ്ലസ് 5 3 15 15/2 7.5 സമം 10. ഇതിനും കൂടെ എടുത്താൽ യു ഈക്വൽ ടു 10 മൈനസ് 7.5 സമം 2.5. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു 2.5 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആണോ? അപ്പോൾ ഇത് ഒബ്ജക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇക്വേഷൻസ് ഇതേപോലെ തരിക. രണ്ട് പർട്ടിക്കുലർ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് എന്നാൽ അവിടുന്ന് യുവും കാണണം, ഇനീഷ്യൽ സ്പീഡും കാണണം, അതേപോലെ ആക്സിലറേഷനും കാണണം. ക്ലിയർ ആണല്ലോ? നോക്കി മനസ്സിലാക്കണേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നോക്കേണ്ടത്? അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബോഡിയുടെ മേലെ ഒരു റിട്ടാർഡിങ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അത് റെസ്റ്റിലാവും. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിന് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ അല്പം കഴിയുമ്പോൾ അത് റെസ്റ്റിലാവുമല്ലോ. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഇൻസ്റ്റന്റ് റെസ്റ്റിലാവുന്നുണ്ടോ? നമ്മുടെ കാറിന് അപ്ലൈ ചെയ്യുമ്പോൾ റെസ്റ്റിലാവുന്നുണ്ടോ? ഇല്ലല്ലോ. അല്പം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടല്ലേ റെസ്റ്റിലാവുന്നത്. അപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ കാർ മൂവ് ചെയ്യുക. ബ്രേക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് റിട്ടാർഡിങ് ഫോഴ്സാണ്, സ്പീഡ് കുറയ്ക്കുന്ന ഫോഴ്സാണ്. അപ്പോൾ ഒരു സ്പീഡ് കുറയ്ക്കുന്ന ബലം പ്രയോഗിച്ചതിന് ശേഷം ആ വെഹിക്കിൾ അല്ലെങ്കിൽ ആ വാഹനം റെസ്റ്റിലാവുന്നതിന് മുമ്പേ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ബോഡി ആഫ്റ്റർ അപ്ലൈയിങ് റിട്ടാർഡിംഗ് ഫോഴ്സ് ആൻഡ് ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്. റിട്ടാർഡിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ബോഡി റെസ്റ്റിലാവുന്നതിൻ്റെ മുമ്പേ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണെന്ത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നോക്കിയേ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് സ്റ്റോപ്പ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി v is equal to 0 ആണല്ലോ. v 0 ആണെങ്കിൽ നമുക്ക് ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഒന്ന് കാണാം. എന്താ ഇക്വേഷൻ? v² is equal to u² plus 2as. ശരിയല്ലേ?
ഇവിടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റി v എത്രയാണ് 0. അപ്പോൾ 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. ഈ 2as കൊടുത്താൽ -2as ഈസ് ഈക്വൽ ടു u സ്ക്വയർ. നമുക്ക് എസ് അല്ലേ കാണേണ്ടത്, ഈ -2a ഇൻറ്റു എസ് എന്നാണ്. -2a ഇൻറ്റു എസ്, ആ ഇൻറ്റു അങ്ങോട്ട് പോകുമ്പം u സ്ക്വയർ ബൈ -2a. This negative sign shows that the motion is retardation. Speed decreases. ഇവിടെ -a ആയതുകൊണ്ടാണ് സ്പീഡ് കുറയുന്നത് കൊണ്ടല്ലേ, സ്പീഡ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ സ്പീഡ് ഡിക്രീസ് ചെയ്യുന്നു കാണിക്കാൻ വേണ്ടിയാണ് മൈനസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ച്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് s is equal to u square by 2a. Stopping distance s is equal to u square by 2a. That is, this stopping distance is directly proportional to square of initial velocity. ഇവിടെ a എന്ന് പറഞ്ഞാൽ യൂണിഫോം ആക്സിലറേഷൻ ആയതുകൊണ്ട് a കോൺസ്റ്റൻ്റാ. ആ യൂണിഫോം ആക്സിലറേഷനിൽ മാത്രമാണല്ലോ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ a കോൺസ്റ്റൻ്റാ. s is proportional to u square or s is equal to a constant k into u square എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ s1 is equal to k u1 square, s2 is equal to k u2 square. അതായത് ഒരു വെഹിക്കിൾ ആദ്യമായിട്ട് u1 സ്പീഡ് പോകുന്ന സമയത്ത് അതിന് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് s1, അത് k u1 സ്ക്വയർ ആണ്. ഇനി അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് u2 ആക്കി മാറ്റിയ സമയത്തുള്ള സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് s2, അതാണ് k u2 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം s1 by s2 is equal to k u1 സ്ക്വയർ ബൈ k u2 സ്ക്വയർ. കെയും കെയും കട്ട് ചെയ്താൽ s1 by s2 is equal to u1 by u2 the whole square. അപ്പോൾ s1 by s2 is equal to u1 by u2 the whole square. ഇതാണ് എന്ത്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഇനി ശ്രദ്ധിച്ചോ, ഇതിന് വേണം മറ്റു പല ഫോമിലും എഴുതാം. എങ്ങനെ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് ഞാൻ s is equal to u square by 2.5 u square by a, ശരിയല്ലേ, ഇൻറ്റു m ബൈ m. m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, m കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചേഞ്ച് ഉണ്ടാകും, m കട്ട് ചെയ്തു. അപ്പോൾ നമുക്കത് m അതുപോലെ ഹാഫ് എം യു സ്ക്വയർ. ഹാഫ് എം യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഇക്വേഷൻ അല്ലേ. യു വെലോസിറ്റി ആയതുകൊണ്ടാണ് യു സ്ക്വയർ ആയത്. വി വെലോസിറ്റി ആണെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ അല്ലായിരുന്നോ. അപ്പോൾ ഹാഫ് എം യു സ്ക്വയർ, അതൊരു എം എ അരമേ. എം എ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എഫ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എസ് ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ബൈ റിട്ടാർഡിംഗ് ഫോഴ്സ്. എസ് ഇസ് ഈക്വൽ ടു kinetic energy by retarding force. Stopping distance is equal to kinetic energy by retarding force. ഇനി സ്റ്റോപ്പിംഗ് ടൈം കാണാം. എങ്ങനെ സ്റ്റോപ്പിംഗ് ടൈം കാണാം? സ്റ്റോപ്പിംഗ് ടൈം കാണാൻ വേണ്ടിയിട്ട് v is equal to u plus at. ഇവിടെ u v0 ആണ്, u plus at. ഈ at കൊടുത്താൽ minus at is equal to u or t is equal to u by minus a. This negative sign shows that the motion is retardation. കാരണം ഇത് റിട്ടാർഡിംഗ് ഫോഴ്സിൽ അപ്ലൈ ചെയ്തത്, ബ്രേക്ക് ആണല്ലോ അപ്ലൈ ചെയ്തത്. ബ്രേക്ക് അപ്ലൈ ചെയ്യുക, സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ ചെയ്യുക. സ്പീഡ് കുറയുകയാണെങ്കിൽ അത് റിട്ടാർഡേഷൻ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പിംഗ് ടൈം എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പിംഗ് ടൈം ഈസ് ഈക്വൽ ടു u by a. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് u square by 2a ആണെങ്കിൽ സ്റ്റോപ്പിംഗ് ടൈം u by a ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ കാർ മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 40 km/h. 40 km/h become rest when it is after applying brake അപ്ലൈ ചെയ്തതിന് ശേഷം 6 മീറ്റർ ട്രാവൽ ചെയ്തപ്പോഴാണ് ഇത് റെസ്റ്റിലായത്. Its speed is increases to 80 km/h. 80 km/h ആണെങ്കിൽ what is the stopping distance? എത്രയായിരിക്കും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? അപ്പോൾ എന്തൊക്കെയാണ് തന്നത്? ഒന്ന് u1 തന്നിട്ടില്ലേ 40, s1 6 തന്നിട്ടില്ലേ, u2 തന്നിട്ടുണ്ട്, s2 അല്ല കണ്ടത്. എന്താ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? u1 by u2 is equal to s1 by s2 is equal to u1 by u2 the whole square. ശരിയല്ലേ? s1 എത്രയാ 6, s2 നമുക്കറിയില്ല. u1 യൂണിറ്റ് രണ്ടും സെയിം ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 40 km/h
by 80 km/h whole square. Cut ചെയ്താൽ 1/2. That is 6/s2 is equal to 1 into square 1, 2 into square 4. Cross multiply, say 4 into 6, 24 equal to s2, or s2 is equal to 24 meter. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 40 സ്പീഡ് പോകുന്ന സമയത്ത് 6 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ റെസ്റ്റിലാവുന്നുണ്ടെങ്കിൽ ഇനി 80 സ്പീഡിലായാൽ അത് അതേ റിട്ടാർഡേഷൻ ആണെങ്കിൽ 24 മീറ്റർ 24 മീറ്റർ ട്രാവൽ ചെയ്തതിന് ശേഷമാണ് റെസ്റ്റിലാവുന്നത്. ഓക്കെ, ഇതേപോലത്തെ ഒരു പ്രോബ്ലം ശ്രദ്ധിച്ചോളൂ. എ കാർ ട്രാവലിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 50 km/h become rest within a distance of 8 meter. Its speed is increases to 100 km/h. What is the displacement or stopping distance? ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇതേപോലെ ഇതിൽ ചെയ്ത അതേ മെത്തേഡിൽ ഇത് ചെയ്യാം. വാല്യൂ മാത്രം മാറ്റി കൊടുത്താൽ മതി, യൂണിറ്റ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നേരത്തെ പ്രോബ്ലം തന്നു, ഇത് രണ്ടാമത്തെ പ്രോബ്ലം. ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് ബോർഡ് എക്സാമിന് ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 4ാമത്തെ ഇക്വേഷൻ മാത്രം, അതായത് nth സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ മാത്രമാണ് നമുക്ക് ബോർഡ് എക്സാമിന് ആവശ്യമില്ലാത്തത്. ഓക്കെ, ഇനി നമുക്ക് വെർട്ടിക്കൽ മോഷൻ നോക്കാം. വെർട്ടിക്കൽ ഡയറക്ഷൻ. അപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ബോഡിയുടെ മേലെ എർത്ത് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പം ഞാൻ ഈ മാർക്കർ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് വരുമ്പോൾ എന്തേ കാരണം, ഇതിൻ്റെ മേലെ എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? എർത്ത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു ബോഡി ആണെങ്കിലും ഒരു ബോഡി വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ബോഡിയുടെ മേലെ എർത്ത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. എർത്ത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്താൽ ആ ഫോഴ്സിൻ്റെ ഫലമായിട്ട് ഒരു ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ആക്സിലറേഷൻ നമുക്ക് വിളിക്കാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് ഇവിടെ എൻ്റെ സ്ഥാനത്ത് നമ്മൾ എടുക്കുന്നത് g ആയിരിക്കും. ഇതിൻ്റെ വാല്യൂ 9.8 m/s² ആണ്. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ഒരു ബോഡി ഞാൻ മേലേക്കാണ് ത്രോ ചെയ്യുന്നതെങ്കിൽ ത്രോ ചെയ്യുമ്പം അതിൻ്റെ സ്പീഡ് എന്താ സംഭവിക്കുക? ഇങ്ങനെ മേലേക്ക് പോകുമ്പോൾ സ്പീഡ് കുറഞ്ഞു വന്ന് ഹയസ്റ്റ് പോയിന്റിൽ സ്പീഡ് 0 ആയിട്ട് മാറില്ലോ. അപ്പോൾ സ്പീഡ് ഡിക്രീസ് ചെയ്ത് 0 ആയിട്ട് മാറുന്നു. അപ്പോൾ അപ്വേർഡ് മോഷനിൽ സ്പീഡ് കുറയുകയാണെങ്കിൽ ആ മോഷൻ റിട്ടാർഡേഷൻ ആണ്, ആക്സിലറേഷൻ അല്ല. അപ്പോൾ റിട്ടാർഡേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ ജിൻ്റെ വാല്യൂ നെഗറ്റീവ് ആക്കി എടുക്കുന്നത്. എന്തേ നെഗറ്റീവ് ആക്കാൻ കാരണം? മേലേക്ക് പോകുന്ന സമയത്ത് സ്പീഡ് കുറയുക ചെയ്യുന്നത്. അങ്ങനെ സ്പീഡ് കുറഞ്ഞു വന്ന് ഹയസ്റ്റ് പോയിന്റിൽ സ്പീഡ് 0 ആണ്. അങ്ങനെ സ്പീഡ് 0 ആണെങ്കിലും അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ട്. ഏതാണ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം മേലേക്ക് പോകുന്ന സമയത്ത് ജിയുടെ വാല്യൂ നെഗറ്റീവാണ്. ഇനി താഴേക്കാണ് വരുന്നതെങ്കിലോ ആ ബോഡി താഴേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുമല്ലേ. സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ആക്സിലറേഷൻ അല്ലേ. ആക്സിലറേഷൻ ആണെങ്കിൽ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആക്കി എടുക്കാം. അപ്പം ആദ്യമായി നമുക്ക് അപ്വേർഡ് മോഷൻ നോക്കാം. അപ്വേർഡ് മോഷൻ ആണെങ്കിൽ അപ്വേർഡ് മോഷനിൽ ശ്രദ്ധിച്ചോ, അപ്വേർഡ് മോഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ബോഡി ഞാനിങ്ങനെ ത്രോ ചെയ്തു, മേലേക്ക് മൂവ് ചെയ്യുന്നു. ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. ഹയസ്റ്റ് പോയിന്റിലെത്തുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് മാറും. അപ്വേർഡ് മോഷൻ ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എന്തായിട്ട് മാറും? ഇവിടെ എയുടെ സ്ഥാനത്ത് -g എന്നാണ് എടുക്കുന്നത്. കാരണം മേലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ബോഡി സ്പീഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് എഴുതാം v = u -gt എന്ന് എഴുതാം. v = u -gt. എസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എസ്സിനെ വേണമെങ്കിൽ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാം? ഹൈറ്റ് h കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ വെർട്ടിക്കൽ ആയതുകൊണ്ട് h കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. h = ut -12 gt² ആണ്. എന്തേ മൈനസ് ആവാൻ കാരണം? മേലേക്ക് പോകുമ്പോൾ സ്പീഡ് കുറയുന്നതുകൊണ്ട് g നെഗറ്റീവാണ്. ഇനി മൂന്നാമത്തേതോ v² = u² -2gh. ഇതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ആദ്യമായിട്ട്
ടൈം ഓഫ് അസെൻഡ്, മേലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ ടൈം കാണാം. ടൈം ഓഫ് അസെൻഡ് കാണണമെങ്കിൽ എങ്ങനെ ടൈം ഓഫ് അസെൻഡ് കാണാം? ടൈം ഓഫ് അസെൻഡ്, മേലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ ടൈം ഓഫ് അസെൻഡ് കാണണമെങ്കിൽ അസെൻഡ് ടൈം കാണാൻ വേണ്ടി ശ്രദ്ധിച്ചോ. മേലേക്ക് പോവാണെങ്കിൽ അറ്റ് ഹയസ്റ്റ് പോയിന്റ് എന്താ കണ്ടീഷൻ? അറ്റ് ഹയസ്റ്റ് പോയിന്റ് ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ബോഡി എന്തിലാണ്? റെസ്റ്റിലാണ്. അപ്പോൾ റെസ്റ്റിലായതുകൊണ്ട് v is equal to 0. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിലാണെങ്കിൽ വെലോസിറ്റി v is equal to 0 ആണല്ലോ. വെലോസിറ്റി 0 ആണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറും? 0 is equal to u minus gt. ഈ gt കൊടുത്താൽ gt is equal to u. g into t ആണ്. അപ്പോൾ t is equal to നമുക്ക് എന്ത് എഴുതാം? u by g. അപ്പോൾ ടൈം ഓഫ് അസെൻഡ് t is equal to u by g. ഇത് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇനീഷ്യൽ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനീഷ്യൽ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടൈം ഓഫ് അസെൻഡ് കൂടിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് മാക്സിമം ഹൈറ്റ് കാണാം. മാക്സിമം എത്ര ഹൈറ്റ് വരെ പോകുന്നു? മാക്സിമം ഹൈറ്റ് എങ്ങനെ കാണുക? ശ്രദ്ധിച്ചോ. മാക്സിമം ഹൈറ്റ് കാണണമെങ്കിൽ ശ്രദ്ധിക്കണേ, ഹയസ്റ്റ് പോയിന്റിൽ v0 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം 0 സ്ക്വയർ is equal to u സ്ക്വയർ മൈനസ് 2gh. ശരിയല്ലേ? മൈനസ് 2gh കൊടുത്താൽ 2gh is equal to u സ്ക്വയർ. h മാത്രം 2g ഇൻറ്റു h ആണ്. ഇൻറ്റു കൊണ്ട് പോകുമ്പം h is equal to u സ്ക്വയർ ബൈ 2g. ദിസ് ഈസ് ദ മാക്സിമം ഹൈറ്റ്. അപ്പോൾ ഈ മാക്സിമം ഹൈറ്റും ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇനീഷ്യൽ വെലോസിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. h ഈസ് പ്രൊപ്പോർഷണൽ ടു u സ്ക്വയർ. അപ്പോൾ മാക്സിമം ഹൈറ്റ് h ഈസ് പ്രൊപ്പോർഷണൽ ടു u സ്ക്വയർ ഓർ h ഈസ് ഈക്വൽ ടു u സ്ക്വയർ ബൈ 2g. ദിസ് ഈസ് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ എ ബോഡി മൂവിങ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തത് അപ്വേർഡ് മോഷനാണ്. ഇനി ഡൗൺവേർഡ് മോഷൻ കൺസിഡർ ചെയ്താലോ? ഡൗൺവേർഡ് മോഷൻ ആണെങ്കിൽ ഡൗൺവേർഡ് മോഷനിൽ എ പോസിറ്റീവ് ആണ്. അപ്പോൾ ഡൗൺവേർഡ് മോഷൻ ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു ജി. എ ഇസ് ഈക്വൽ ടു ജി ആണെങ്കിൽ നമുക്ക് എഴുതാം വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി. പിന്നെ എച്ച് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. പിന്നെ മൂന്നാമത്തേതാ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gh. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ സ്പെഷ്യൽ കേസ് എടുക്കുന്നു. എന്താ സ്പെഷ്യൽ കേസ്? ഫ്രീ ഫാൾ. ഫ്രീ ഫാൾ എന്ന് പറഞ്ഞാൽ വെറുതെ നിർബാധ പതനം. നിങ്ങൾ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്താൽ അത് നേരെ, ഒരു ബോഡി ഡ്രോപ്പ് ചെയ്താൽ നേരെ താഴേക്ക് പോവുമല്ലോ. ആ ബോഡിയുടെ മേലെ ഏത് ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ, മറ്റൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ബോഡി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് മാത്രം മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിച്ചത്? ഫ്രീ ഫാൾ. താഴേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ബോഡി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഫലമായിട്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫ്രീ ഫാൾ. അപ്പോൾ നമ്മുടെ ഈ ബോഡി, ഞാൻ ഈ മാർക്കിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ ഇത് ഫ്രീ ഫാൾ ആണ്, താഴേക്ക് മൂവ് ചെയ്യുന്നു, ഫ്രീ ഫാൾ. അപ്പോൾ ഫ്രീ ഫാൾ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇനീഷ്യലി ഞാൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇതിന് വെലോസിറ്റി ഇല്ലല്ലോ. അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? ഫ്രീ ഫാൾ ആണെങ്കിൽ u ഇസ് ഈക്വൽ ടു 0 ആണ്. ഫ്രീ ഫാൾ ആണെങ്കിൽ ഇവിടെ u ഇസ് ഈക്വൽ ടു 0. u 0 ആണെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറും? v ഇസ് ഈക്വൽ ടു gt ഓർ t ഇസ് ഈക്വൽ ടു v ബൈ g. t ഇസ് ഈക്വൽ ടു v ബൈ g അല്ലെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറും? h ഇസ് ഈക്വൽ ടു ut. u 0 ആണ്. 0 ഇൻറ്റു ടി 0 പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഈ 2 കൊടുത്താൽ 2h ആവും. ജി കൊടുത്താൽ 2h by g is equal to t square or t is equal to root of 2h by g. That t square ആണെന്ത്? 2h by g എങ്കിൽ t എടുക്കണമെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കണം. That is square root of 2h by g. ഇവിടെ ആരെ മാത്രം ഡിപ്പെൻഡ്? ദിസ് ടൈം ഓഫ് ഫാൾ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഹൈറ്റ് ഇൻ വിച്ച് ദ ബോഡി വാസ് ഡ്രോപ്പ്ഡ് വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ മാസ്. മാസിനെ ഡിപ്പെൻഡ് ചെയ്യൂല. എന്തിനു മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന? ഹൈറ്റിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ടൈം ഇതെല്ലാം ഗലീലി പ്രൂവ് ചെയ്തത് ഒരു തൂവലും ഒരു കോയിനും എടുത്തു. എന്നിട്ടോ വാക്വം സ്പേസിലൂടെ, അതായത് ഫ്രീ സ്പേസിലൂടെ അത് താഴേക്ക് ഡ്രോപ്പ് ചെയ്തപ്പോൾ രണ്ടും താഴെ എത്തി. രണ്ടും ഒരേ സമയത്ത് താഴെ എത്തുക. എന്തേ കാരണം? ഇത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടൈം ഓഫ് ഫാൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഹൈറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2h by g. ദിസ് ഈസ് ദ ടൈം ഓഫ് ഡിസെൻറ്റ്. ഇത് താഴേക്ക് വരാൻ ആവശ്യമായ ടൈമാണ്. അപ്പോൾ ഇൻ എ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടൈം ഓഫ് അസെൻറ്റ് ഇസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻറ്റ്. മേലേക്ക് പോകാൻ ആവശ്യമായ അതേ ടൈമാണ് താഴേക്കുള്ളത്. അപ്പോൾ ടൈം ഓഫ് അസെൻറ്റ് ഇസ് ഈക്വൽ ടു
ടൈം ഓഫ് അസെൻഡ് ഈസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻഡ്. അസെൻഡും അതേപോലെ ഡിസെൻഡും ടൈം ഈക്വൽ ആണ്. ടൈം ഓഫ് അസെൻഡ് ഈസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻഡ്, രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ അതായത് ടി ഈസ് ഈക്വൽ ടു യു ബൈ ജി, ദാറ്റ് മസ്റ്റ് ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2h ബൈ ജി, രണ്ടും ഈക്വൽ ആണ്. ഇതാണ് ടൈം ഓഫ് അസെൻഡ് ഈസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻഡ്. ഇത് ഈക്വൽ ആവുന്ന എപ്പോഴും മാത്രമാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദി എയർ റെസിസ്റ്റൻസ്. ഇതിനെ ഓപ്പോസ് ചെയ്യാൻ എയർ ഇല്ലാത്ത സമയത്താണ്. എയറിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ താഴേക്ക് വരുന്ന ടൈം ഓഫ് ഫാൾ, ടൈം ഓഫ് ഡിസെൻഡ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, ടൈം ഓഫ് അസെൻഡ് കുറവായിരിക്കും. അപ്പം in the presence of the air resistance, that is when we considering the air resistance also, air resistance കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടൈം ഓഫ് ഡിസെൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് അസെൻഡ്. മേലേക്ക് പോകാൻ ആവശ്യമായ ടൈമിനേക്കാൾ കൂടുതലായിരിക്കും താഴേക്ക് വരാൻ ആവശ്യമായ ടൈം എയർ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ. ബട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിലോ, ഇവിടെ എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ടൈം ഓഫ് അസെൻഡ് ഈസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻഡ്. മേലേക്ക് പോകാൻ ആവശ്യമായ ടൈമും താഴേക്ക് വരാൻ ആവശ്യമായ ടൈമും രണ്ടും തുല്യമാണ്, രണ്ടും ഈക്വൽ ആണ്. എവിടെ? ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഫ്രീ ഫാൾ ആവുന്ന സമയത്ത് വി സ്ക്വയർ ഈസ് ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2gh. വി സ്ക്വയർ ഈസ് ഈക്വൽ യു 0 ആണ്, അപ്പോൾ 2gh ആണ്. or v is equal to root of 2gh. This is the velocity of a falling body. This velocity of a falling body also depends only on the height in which the body was dropped. ഏത് ഹൈറ്റിനാണ് ഡ്രോപ്പ് ചെയ്യുന്നത് ആ ഹൈറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആര്? വെലോസിറ്റി ഓഫ് ഫ്രീ ഫാൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ 2-3 ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 2 എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ ശ്രദ്ധിച്ചോളൂ. A stone is thrown from the top of a building of height 35 meter. 35 മീറ്റർ ഹൈറ്റുള്ള ബിൽഡിംഗ്, ഈ ബിൽഡിങ്ങിന് മേലെ നിന്ന് ഒരു സ്റ്റോൺ മേലേക്ക് ത്രോ ചെയ്യുന്നു. വിത്ത് എ സ്പീഡ് ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ്. മേലെ ത്രോ ചെയ്തു, അതിനുശേഷം തിരിച്ച് താഴേക്ക് വന്നു. അപ്പോൾ മേലേക്ക് ത്രോ ചെയ്യുന്ന വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിന് ശേഷമായിട്ട് എന്ത് ചെയ്തു? ഇത് തിരിച്ച് താഴേക്കെത്തി. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്ന്, ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദി സ്റ്റോൺ. അപ്പം ഫൈൻഡ് മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ സ്റ്റോൺ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് ഒന്ന്. രണ്ടാമത്തെ കണ്ടത് ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദി ഗ്രൗണ്ട്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ഗ്രൗണ്ട്. ഗ്രൗണ്ടിലെത്താൻ എത്ര സമയം വേണം? ഇത് രണ്ടാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാം? എത്ര സമയത്തിന് ശേഷം ഗ്രൗണ്ടിലെത്തുക? എത്ര മാക്സിമം ഹൈറ്റ് പോകും? അപ്പം മാക്സിമം ഹൈറ്റ്, ഇവിടുന്ന് മേലെ പോകുന്ന മാക്സിമം ഹൈറ്റ് കാണാൻ നിങ്ങൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചു. h ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g അല്ലേ? യു സ്ക്വയർ ബൈ 2g, ഇതല്ലേ മാക്സിമം ഹൈറ്റ്. യു ഇവിടെ തന്നിട്ടുണ്ടല്ലോ. യു എത്രയാ? യു ഈസ് ഈക്വൽ ടു 30 മീറ്റർ പെർ സെക്കൻഡ്. ജിയുടെ വാല്യൂ നിങ്ങൾ 10 ആക്കി എടുക്കുക. 9.8 നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് 9.8 പ്രോബ്ലം ചെയ്യാൻ വേണ്ടി 10 ആക്കി എടുക്കുക. അപ്പോൾ എന്താ? യു സ്ക്വയർ 30 സ്ക്വയറിന് വേണമെങ്കിൽ 30 × 30 എഴുതാം. അതല്ല 30 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 10. കട്ട് ചെയ്താൽ 3 30 90/2 45 മീറ്റർ. അപ്പം ശ്രദ്ധിച്ച്, ഈ സ്റ്റോണ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ മുതൽ ഹയസ്റ്റ് പോയിന്റ് വരെ 45 മീറ്റർ ആണ് ഇത് ട്രാവൽ ചെയ്തത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് എത്ര മേലെ ആയിരിക്കും? ടോട്ടൽ ഹൈറ്റ് h ആണെങ്കിൽ h എത്രയാ? h ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, h ഈസ് ഈക്വൽ ടു 45 പ്ലസ് ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 80 മീറ്റർ. ദാറ്റ് ഈസ് 80 മീറ്റർ എബവ് ദി ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് 80 മീറ്റർ മുകളിലാണ്. അപ്പം മാക്സിമം ഹൈറ്റാണ് കാണാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ മാക്സിമം ഹൈറ്റ് കിട്ടി 80 മീറ്റർ എബവ് ദി ഗ്രൗണ്ട്. ഓക്കെ, ഇനി എന്താ കാണേണ്ടത്? അടുത്ത നിയമം കാണാൻ പറഞ്ഞത് ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദി ഗ്രൗണ്ട്. ഗ്രൗണ്ടിലെത്താൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചത്. ആ സമയം കാണാൻ വേണ്ടി ആദ്യമായിട്ട് മേലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ ടൈമാണല്ലോ ടൈം ഓഫ് അസെൻഡ്. ആ ടൈം ഓഫ് അസെൻഡ് എത്രയാ? ടൈം ഓഫ് അസെൻഡ് T1 ഈസ് ഈക്വൽ ടു യു ബൈ ജി. യു എത്രയായിരുന്നു? 30/g 10. അപ്പം മേലേക്ക് പോകാൻ ആവശ്യമായ സമയം 3 സെക്കൻഡ് അല്ലേ? 3 സെക്കൻഡ് കൊണ്ട് ഇത് ത്രോ ചെയ്തതിന് ശേഷം ഹയസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്.
അപ്പോൾ 3 സെക്കൻഡ് മേലേക്ക് ട്രാവൽ ചെയ്തു. ഇനി ഹയസ്റ്റ് പോയിന്റിലെത്തിയാൽ ഇതിൻ്റെ വെലോസിറ്റി 0 അല്ലേ? പിന്നെ ഡൗൺവേർഡ് മോഷൻ എന്ന് പറഞ്ഞാൽ അത് ഫ്രീ ഫാൾ ആണ്. അപ്പോൾ ഈ ഫ്രീ ഫാൾ ആണെങ്കിൽ അതിൻ്റെ ടൈം കാണാമല്ലോ. ടൈം ഓഫ് ഫാൾ T2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈറ്റ് എത്രയാ? ക്യാപിറ്റൽ എച്ച് ആണ്, സ്മോൾ എച്ച് അല്ല. കാരണം ഇത്രയും ഹൈറ്റ് ഫോളോ ചെയ്തിട്ടുണ്ട് 2h/g. ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2 ഇൻറ്റു h 80/g. 10 കട്ട് ചെയ്താൽ 2 × 16 റൂട്ട് 16 4 സെക്കൻഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ച് ടോട്ടൽ ടൈം എത്രയാ? ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു T1 + T2 3 + 4 ഈക്വൽ ടു 7 സെക്കൻഡ്. ആഫ്റ്റർ 7 സെക്കൻഡ് ദാറ്റ് സ്റ്റോൺ വിൽ റീച്ചസ് ദി ഗ്രൗണ്ട്. 7 സെക്കൻഡിന് ശേഷമാണ് ആ സ്റ്റോൺ ഗ്രൗണ്ടിൽ എത്തിയത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? അപ്പം ഈ ബിൽഡിങ്ങിനെ മേലേക്ക് ത്രോ ചെയ്തു. എത്ര ഹൈറ്റ് പോകുന്ന കാണണമെങ്കിൽ ഇവിടുന്ന് u²/2gh മാക്സിമം ഹൈറ്റ് കണ്ടു. പിന്നെ എത്ര ടൈമിന് ശേഷം താഴെത്തുക? അപ്പം മേലേക്ക് മൂവ് ചെയ്യുന്ന ടൈം പ്ലസ് താഴേക്ക് മൂവ് ചെയ്യുന്ന ടൈം. മേലേക്ക് മൂവ് ചെയ്യുന്ന ടൈം 3 സെക്കൻഡ് ആണെങ്കിൽ താഴേക്ക് മൂവ് ചെയ്യുന്ന ടൈം എത്ര കിട്ടിയത്? 4 സെക്കൻഡ്. അപ്പോൾ ടോട്ടൽ ടൈം എത്ര കിട്ടി? 7 സെക്കൻഡ് കിട്ടി. ക്ലിയർ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എ ബലൂൺ റൈസിങ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 10 m/s. 10 m/s വെലോസിറ്റിയിൽ ഇങ്ങനെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Okay, when it dropped a stone, it drops a stone when it is at a height of 60 meter above. Ground ന്ന് 60 മീറ്റർ മേലെ ആയ സമയത്ത് ഇവിടുന്ന് സ്റ്റോൺ ഡ്രോപ്പ് ചെയ്തു. സ്റ്റോൺ ഡ്രോപ്പ് ചെയ്താൽ ആ ടൈമിലും ഇതിൻ്റെ വെലോസിറ്റി എത്ര തന്നെയാണ്? 10 m/s ആണല്ലോ. അപ്പോൾ അവിടുന്ന് ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോണിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി ബലൂൺ ആയിരിക്കും. ആ ബലൂണിൻ്റെ വെലോസിറ്റി അപ്പോൾ എങ്ങനെ സംഭവം? മേലേക്ക് ആയതുകൊണ്ട് ഇത് മേലേക്ക് പോയി ഇങ്ങനെ താഴേക്ക് വരും. അപ്പോൾ ഇവിടുത്തെ ഈ വെലോസിറ്റി എത്രയാണ്? 10 m/s തന്നെയാണ്. 10 m/s അത് പ്രൊജക്റ്റ് ചെയ്ത് ത്രോ ചെയ്തത്. അപ്പോൾ നമ്മൾ ചോദിച്ചത് ആഫ്റ്റർ ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ റീച്ചസ് ദി ഗ്രൗണ്ട്? എത്ര ടൈമിന് ശേഷമാണ് ഇത് ഗ്രൗണ്ടിൽ എത്തിയത്? അതാണ് നമ്മൾ ചോദിച്ചത്. എത്ര ടൈമിന് ശേഷമാണ് ഇത് ഗ്രൗണ്ടിൽ എത്തിയത്? ആൻഡ് ആൾസോ ഫൈൻഡ് ദ വെലോസിറ്റി. അപ്പോൾ ഒന്ന് ഫൈൻഡ് ടൈം ടേക്കൺ ബൈ ദി സ്റ്റോൺ ടു റീച്ച് ഗ്രൗണ്ട്. ഗ്രൗണ്ടിലെത്താൻ ആവശ്യമായ ടൈം. രണ്ടാമത്തെ കാണേണ്ടത് വെലോസിറ്റി ഓഫ് സ്റ്റോൺ when it hits the ground. ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്തുള്ള വെലോസിറ്റി. ഇത് രണ്ടുമാണ് കാണേണ്ടത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് എന്ത് കാണണം? ഇത് മേലേക്ക് ത്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ മേലേക്ക് പോയി താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കാണണം? ആദ്യമായിട്ട് ടൈം കാണണം. നമുക്കെന്തറിയാം? ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി സ്റ്റോൺ അറിയാമല്ലോ. സ്റ്റോണിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാം, ടൈം അറിയില്ല. ആക്സിലറേഷൻ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, S = ut + ½ at². ഇതല്ലേ ഇക്വേഷൻ. ഇനി ഇവിടെ ശ്രദ്ധിച്ച് ആദ്യമായിട്ട് എസ് എന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ സ്റ്റോണ് മേലേക്കാണ് ഇനീഷ്യലായിട്ട് മൂവ് ചെയ്തത്, അവസാനമായി താഴെ പോയി നിന്നത്. അതായത് ഇനീഷ്യൽ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ താഴേക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് -50 ആക്കി എടുക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു u എന്ന് പറഞ്ഞാൽ ത്രോ ചെയ്യുന്ന സമയത്തുള്ള വെലോസിറ്റി 10. ടൈം നമുക്കറിയില്ല. പ്ലസ് ½ ഇൻറ്റു എൻ്റെ സ്ഥാനത്ത് -10 കൊടുക്കാം. എന്തേ മൈനസ് എടുക്കാൻ കാരണം? ഇത് മേലേക്കാണ് ഇനീഷ്യലായിട്ട് മൂവ് ചെയ്തത്. മേലേക്കല്ലേ മൂവ് ചെയ്തത്? -10 t². ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ -50 = 10t - 5t². 5 കൊണ്ട് കട്ട് ചെയ്തേക്കും. അപ്പം -10 = 2t - t². ഇതിനും കൊടുത്താൽ t² -2t - 10 = 0. ഇതാണ് ഇക്വേഷൻ. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ദ്വിമാന സമവാക്യം, രണ്ടാം കൃതിയുള്ള സമവാക്യമാണിത്. അപ്പോൾ ഈ രണ്ടാം കൃതിയുള്ള സമവാക്യമാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാൻ നമുക്ക്? ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു സമവാക്യം ax² + bx + c = 0 ആണെങ്കിൽ x നിങ്ങൾ പഠിച്ചത് -b ± √b² - 4ac/2a പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആരാളുള്ളത്? ടി ആണുള്ളത്. എക്സിൻ്റെ സ്ഥാനത്തുള്ളത് ടി ആണ്.
എയുടെ സ്ഥാനത്തുള്ളത് ആരാ? എയുടെ സ്ഥാനത്ത് ടി സ്ക്വയറിന് കോഎഫിഷ്യന്റ് 1, ബിയുടെ സ്ഥാനത്ത് ആരാ ഉള്ളത്? -2, സിയുടെ സ്ഥാനത്ത് ആരാ ഉള്ളത്? -10. അപ്പൊ എന്തായിട്ട് വരും ശ്രദ്ധിച്ചോ? ടി ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്താ? -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ, ബി എത്ര? -2 സ്ക്വയർ -4 ഇൻറ്റു എ സി എത്ര? 1 ഇൻറ്റു സി -10 ഡിവൈഡഡ് ബൈ 2a. ശരിയല്ലേ? ഇനി ശ്രദ്ധിച്ചോ, ഓക്കെ ശ്രദ്ധിക്കണം, ഇവിടെ ചെറിയൊരു കറക്ഷൻ 60 ആണ്. അപ്പോൾ ഞാനിത് 50 ആക്കി, ക്വസ്റ്റ്യനിൽ തന്നെ 50 ആക്കി കേട്ടോ. 50 മീറ്റർ എബോവ് ആയപ്പോഴാണ് ഡ്രോപ്പ് ചെയ്തത്, 50 മീറ്റർ എബോവ്. അപ്പം ശ്രദ്ധിച്ചേ, ഇവിടെ -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2 സ്ക്വയർ 4 -* പ്ലസ് 40 ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 44/2. 44ൻ്റെ റൂട്ട് എത്ര വരിക? 44ൻ്റെ റൂട്ട് 36 ആണെങ്കിൽ 6, 49 ആണെങ്കിൽ 7, അപ്പോൾ ഒരു 6.6 കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം 2 പ്ലസ് ഓർ മൈനസ് 6.6/2. ഇവിടെ രണ്ട് വാല്യൂ പോസിബിൾ, ഒന്നുകിൽ 2 പ്ലസ് 6.6/2 പോസിബിൾ ആണ്, ഓർ 2 മൈനസ് 6.6/2. ഇവിടെ നെഗറ്റീവ് വരിക, ദിസ് നോട്ട് പോസിബിൾ, ഇത് പോസിബിൾ അല്ല, ഒരിക്കലും നെഗറ്റീവ് ടൈം വരില്ലല്ലോ, ഇത് പോസിബിൾ അല്ല. ഇവിടെയാണെങ്കിലോ 2 പ്ലസ് 6.6 8.6/2 4.3 കിട്ടി, 4.3 സെക്കൻഡ്. അപ്പോൾ 4.3 സെക്കൻഡിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റോൺ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്ത് നോക്കണേ, ശ്രദ്ധിക്കണേ. ഒന്ന്, S=UT + ½ AD². ഇവിടെ ഞാൻ മൈനസ് എടുക്കാനുള്ള കാരണം, -50 എടുക്കാനുള്ള കാരണം എന്താ? ഈ സ്റ്റോൺ മേലേക്കാണ് മൂവ് ചെയ്യുന്നത്, പക്ഷേ അവസാനത്തെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ? ഇനീഷ്യൽ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ താഴേക്കല്ലേ മെഷർ ചെയ്യുക, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് -50 എടുത്തത്. പിന്നെ എൻ്റെ വാല്യൂ -10 അല്ലെങ്കിൽ -g ആണ്. അപ്പോൾ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തു, ഇങ്ങനെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കൊടുത്തു. ഇനി എത്ര സ്പീഡിലാണ് ഇത് താഴെ എത്തുക, ഏത് സ്പീഡിലാണ് ഇത് താഴെ എത്തുന്നതാണ് അറിയേണ്ടത്. അപ്പോൾ v = നമ്മൾ പഠിച്ചത് u + at എന്നാണ്. ഇവിടെ v എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണ്? ഇനീഷ്യലി ഇത് മേലേക്കായിരുന്നു മൂവ് ചെയ്തിരുന്നത്, ഇപ്പം എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? താഴേക്കല്ലേ മൂവ് ചെയ്യുന്നത്, ഇപ്പം താഴേക്കല്ലേ മൂവ് ചെയ്യുന്നത്. കാരണം ഇവിടെ എത്തുന്ന സമയത്ത് ഡൗൺവേർഡ് ഡയറക്ഷനാണ്, ഇനീഷ്യൽ ഡയറക്ഷൻ ഓഫ് മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഫൈനൽ വെലോസിറ്റി ഉള്ളത്. അപ്പം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇവിടെ വീനസിനകത്ത് -v = u എത്രയായിരുന്നു? u 10 -10 t എത്രയാ? 4.3. എന്താ ഇവിടെ -10 എടുക്കാൻ കാരണം? ഇവിടെ -a സ്ഥാനത്ത് -10 എടുക്കാൻ കാരണം ഇത് മേലേക്കല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയത് 10 - 43. അപ്പോൾ -v = -33 or v = 33 m/s. അപ്പോൾ ഇവിടെ ഞാൻ മൈനസ് എടുക്കാനുള്ള കാരണം എന്താ? ശ്രദ്ധിക്കണേ, ഇവിടെ ഇനീഷ്യലി മേലേക്കാണ് മൂവ് ചെയ്യുന്നത്, യു മേലേക്കാണ്, പക്ഷെ ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വെലോസിറ്റി താഴേക്കല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മൈനസ് കിട്ടിയത്. അപ്പോൾ അവിടെ v മൈനസ് ആക്കി എടുത്തു, അതുപോലെ a മൈനസ് ആക്കി എടുക്കും. കാരണം എന്താ? ഇനീഷ്യലായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് മേലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ജിന്റെ വാല്യൂ നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ രണ്ട് പ്രോബ്ലം ഞാൻ ഇവിടെ ചെയ്തു. ഇതേപോലത്തെ 2 ഹോംവർക്ക് കൂടെ നോക്കിക്കോളൂ, ഈ 2 ഹോംവർക്കും ചെയ്യാം. അപ്പോൾ മൊത്തം 4 ഹോംവർക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ ഏതാണ്ട് പ്രോബ്ലമാറ്റിക് സെക്ഷനൊക്കെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സിനെ ഡിസ്കസ് ചെയ്യണം. അടുത്ത ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ കഴിയും. ഈ ചാപ്റ്ററിൽ ഇനി നമുക്ക് ബാക്കിയുള്ളത് റിലേറ്റീവ് വെലോസിറ്റിയും അതിൻ്റെ പ്രോബ്ലംസും, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് നോൺ യൂണിഫോം ആക്സിലറേഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റിയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ 2 ടോപ്പിക് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ് പറയാം. അതിനു മുമ്പായിട്ട് 4 പ്രോബ്ലം ചെയ്ത് ഹോംവർക്ക് കറക്റ്റ് ആക്കണം. എല്ലാം കറക്റ്റായി ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിക്കണം. ഓക്കെ, താങ്ക് യു.